വോട്ട് ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനത്തിലാണെങ്കിലും ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ ന്യായീകരണവുമായി രംഗത്തുണ്ട്. ഞങ്ങൾ 60,000 കള്ളവോട്ട് ചേർത്തപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു, പോയി തൂങ്ങിച്ചത്തൂടെ എന്ന് ചോദിച്ച് CPM-നെയും കോൺഗ്രസിനെയും പരിഹസിക്കുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിയമവഴിക്ക് മുന്നോട്ട് പോയിക്കൂടെ എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ചോദ്യം. കള്ളവോട്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും പ്രതികരിക്കാനായി BJP നേതാവും അതുപോലെ തന്നെ തൃശ്ശൂരിലെ MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ഇതുവരേക്കും തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ കാണാനായി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം വളരെയധികം രൂക്ഷ വിമർശനമാണ്, അല്ലെങ്കിൽ പരിഹാസത്തോടു കൂടിയാണ് ഒരു വിമർശനങ്ങളും അതുപോലെ തന്നെ ഇതിനൊരു മറുപടിയുമായി രംഗത്ത് വന്നത്. ആ ഇലക്ഷൻ നടന്ന സമയത്ത് താനായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തനിക്കും പാർട്ടിക്കുമാണ്. സുരേഷ് ഗോപി ഇതിനൊന്നും തന്നെ മറുപടി പറയേണ്ട ഒരു കാര്യവുമില്ല എന്ന ഒരു നിലപാടാണ് കെ സുരേന്ദ്രന് ഉള്ളത്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്. 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. അന്ന് LDF-നും UDF-നും ഒക്കെ തന്നെ ഈ വോട്ടുകൾ ചേർത്തു എന്ന് പറയപ്പെടുമ്പോൾ ആ ഒരു സമയത്ത് പരാതി നൽകാമായിരുന്നു. എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇത്രയധികം 75,000-ഓളം വോട്ടുകൾ തങ്ങൾ വ്യാജമായി ചേർത്തു എന്ന് മറ്റ് പാർട്ടികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തടയാനായി കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് അങ്ങനെ ഇത്രയധികം വോട്ട് ചേർക്കാനായി കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങളൊന്നും തന്നെ തടയാനായി LDF-നും UDF-നും കഴിഞ്ഞില്ല? 60,000 കള്ള വോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. പല മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മറ്റു പാർട്ടികൾ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. ഈ ഇലക്ഷനിലെ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. ഞങ്ങളൊന്നിനും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന നിലപാട് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വയ്ക്കുന്നത്.